ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമുക്കിന്ന് ഫൂൽ എന്ന കവിത പഠിക്കാം. ഈ കവിത എഴുതിയിരിക്കുന്നത് ഡോക്ടർ രാംധരജ് മിശ്ര ആണ്. ഈ കവിതയിൽ പ്ലാസ്റ്റിക് പൂക്കളും സാധാരണ പൂക്കളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് കവി പറയുന്നത്. നോക്കാം. ബാസാർ മേം സജാ പ്ലാസ്റ്റിക് കെ ഫൂലോं का ഉദ്യാൻ. ബാസാർ മേം ചന്തയിൽ അല്ലെങ്കിൽ വിപണിയിൽ അലങ്കരിച്ച പ്ലാസ്റ്റിക് കെ ഫൂലോं का ഉദ്യാൻ പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം പൂന്തോട്ടം. ക്യാ ഗസബ് കി രംഗത് ഹേ എന്തൊരു അത്ഭുതകരമായ വർണ്ണഭംഗിയാണ്. ഐസെ ബിന മൗസം ബഹാർ ആ ഗയി ഹോ കാലാവസ്ഥയില്ലാതെ തന്നെ വസന്തം വന്ന പോലെ. ബഹാർ വസന്തം. ന മിട്ടി ഗോഡിനേക്ക് സമസ്യ മണ്ണ് വേണ്ട, അതേപോലെ തന്നെ മണ്ണ് കിളയ്ക്കേണ്ട ആവശ്യവുമില്ല. ഗോഡിന കിളയ്ക്കുക. ന ഗാദ് ന പാനി വളവും ആവശ്യമില്ല, വെള്ളവും ആവശ്യമില്ല. ന ചിടിയോം സെ രഘുവാലി പക്ഷികളിൽ നിന്നുള്ള സുരക്ഷയുമില്ല. ന മൗസം കാ ഇന്തസാർ കാലാവസ്ഥയ്ക്കായി കാത്തിരിക്കേണ്ടതുമില്ല. ഏക് ഹി ഭാവ് സെ ഒരേ ഭാവത്തോടെ ഒരേ വികാരത്തോടെ. ഹമേഷ ദഹ്കത്തെ രഹത്തെ ഹൈ യേ ഫൂൽ എപ്പോഴും ജ്വലിക്കുന്നു ഈ പൂക്കൾ. ദഹ്കത്തെ ജ്വലിക്കുക. മേം ഇനെ ദേർ തക് ദേഖ്താ രഹ ഞാൻ ഇതിനെ ഒരുപാട് സമയം നോക്കിക്കൊണ്ടേയിരുന്നു. ഫിർ ആങ്കോമീം ഉദരാഗയെ ചുപ്തേ ഹുയേസെ അപ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് തുളച്ചു കയറി. അപ്പനെ ആങ്കൻകെ ഗിൽത്തെ മുർച്ചായേ ഫൂൽ എൻ്റെ മുറ്റത്ത് വിരിയുന്നതും വാടിപ്പോകുന്നതുമായ പൂക്കൾ. പ്ലാസ്റ്റിക് പൂക്കളെ നോക്കിക്കൊണ്ട് നിന്ന സമയത്താണ് മുറ്റത്ത് വിരിയുന്നതും വാടിപ്പോകുന്നതുമായ പൂക്കളെ കുറിച്ചുള്ള ഓർമ്മ വന്നത്. പഹുഞ്ചതേഹി ഉനെ ഉഗാഡ് ഫേങ്ക വീട്ടിലെത്തിയപ്പോൾ തന്നെ ആ ചെടികളെയെല്ലാം ഞാൻ പറിച്ചെറിഞ്ഞു. ഉഗാഡ് ഫേങ്ക പിഴുതെറിയുക. ഔർ ദഹ്കത്തെ ഹുയെ ബാസാർ കോ സജാ ദിയ ജ്വലിക്കുന്ന മാർക്കറ്റ് കൊണ്ട് അലങ്കരിച്ചു. അതായത് ഒറിജിനൽ ചെടികളുടെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഗർക്കെ പൂരേ അന്തരാൽമേ വീട്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ദിൻ ബീത്തെ ദിവസങ്ങൾ കടന്നുപോയി. മഹീനെ ബീത്തെ മാസങ്ങൾ കടന്നുപോയി. മൗസം ബീത്തെ കാലവും കടന്നുപോയി. സാരാ ഘർ ഏക് രസ് ഇൻ രംഗോമേം ഡൂബാ രഹ വീട് മുഴുവൻ ഈ നിറങ്ങളാൽ മുങ്ങി. അതായത് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് നിറഞ്ഞു. ഹവാനെ കഹ കാറ്റു പറഞ്ഞു. ഹമേം ഗന്ധ് ചാഹിയെ ഞങ്ങൾക്ക് മണം ആവശ്യമാണ്. മേം ചുപ് രഹ ഞാൻ മിണ്ടാതെ നിന്നു. മധുമഖിയോനെ കഹ തേനീച്ചകൾ പറഞ്ഞു. ഹമേം രസ് ചാഹിയെ ഞങ്ങൾക്ക് പൂന്തേൻ ആവശ്യമാണ്. മേം ചുപ് രഹ ഞാൻ മിണ്ടാതെ നിന്നു. തിത്തലിയോനെ കഹ പൂമ്പാറ്റകൾ പറഞ്ഞു. ഹമേം കോമൾ സ്പർശ ചാഹിയെ ഞങ്ങൾക്ക് മൃദുലമായ സ്പർശം ആവശ്യമാണ്. മേം ചുപ് രഹ ഞാൻ മിണ്ടാതെ നിന്നു. മാംനെ കഹ അമ്മ പറഞ്ഞു. മുझे പൂജാ കെ ലിയെ ഫൂൽ ചാഹിയെ എനിക്ക് പൂജ ചെയ്യാൻ പൂക്കൾ വേണം. മേം ചുപ് രഹ ഞാൻ മിണ്ടാതെ നിന്നു. പത്നീനെ കഹ ഭാര്യ പറഞ്ഞു. മുझे വേണി കെ ലിയെ ഫൂൽ ചാഹിയെ എനിക്ക് തലമുടിയിൽ വയ്ക്കാൻ പൂ ആവശ്യമാണ്. മേം ചുപ് രഹ ഞാൻ മിണ്ടാതെ നിന്നു. ലേക്കിൻ ജബ് ബച്ചേനെ കഹ എന്നാൽ കുട്ടി പറഞ്ഞു. ബാപ്പു മുझे ഫൂൽ ചാഹിയെ അച്ഛാ എനിക്ക് പൂ വേണം. ഫൂലോങ്കി പഹ്ചാൻ കെ ലിയെ പൂക്കളെ തിരിച്ചറിയാനായിട്ട്. തോ മേം ചുപ് ന രഹ് സക എന്നാൽ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയെ ഹാഹാകാർ കർ ഉട ഹൃദയത്തിൽ വളരെയധികം വിലാപമുണ്ടായി, വളരെയധികം സങ്കടമുണ്ടായി. ഹായ് മേനെ ക്യാ കർ ദിയാ കി ബച്ചെ ഫൂലോങ്കി പഹ്ചാൻ സെ വഞ്ചിത് ഹോ ഗയെ. ഹായ് എന്നതിൻ്റെ അർത്ഥം ദുഃഖത്തോടെ അയ്യോ എന്ന് പറയുന്നതാണ്. അയ്യോ. മേനെ ക്യാ കർ ദിയാക്കി ഞാൻ എന്താണ് ചെയ്തത്. ബച്ചെ ഫൂലോങ്കി പഹ്ചാൻ സെ വഞ്ചിത് ഹോ ഗയെ കുട്ടി പൂക്കളെ തിരിച്ചറിയുന്നതിൽ പോലും വഞ്ചിതനായിരിക്കുന്നു. കാരണം മുഴുവൻ ആ വീട്ടിൽ പ്ലാസ്റ്റിക് പൂക്കളാണ് മുഴുവൻ ഉള്ളത്. സാധാരണ ഒറിജിനൽ പൂ ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും കുട്ടിക്ക് സാധിക്കുന്നില്ല. ഒറിജിനൽ പൂ കുട്ടി കണ്ടിട്ടേയില്ല. മേനെ പ്ലാസ്റ്റിക് കെ സാരേ ഫൂൽ തോട് ഡാലെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ പൂക്കളും തകർത്തു. ഔർ ഫാവ്ഡ ലേക്കർ അപ്പനെ ആംഗൻ കി മിട്ടി സെ ജൂഞ്ചിനെ ലേക്ക ഔർ ഫാവ്ഡ ലേക്കർ ഫാവ്ഡ മൺവെട്ടി എടുത്തിട്ട് അപ്പനെ ആംഗൻ കി മിട്ടി സെ ജൂഞ്ചിനെ ലേക്ക ജൂഞ്ചിനെ എന്നതിൻ്റെ അർത്ഥം സംഘർഷം എന്നാണ്. ഇവിടെ ഇതിൻ്റെ അർത്ഥം മൺവെട്ടി കൊണ്ട് മുറ്റത്തെ മണ്ണ് കിളയ്ക്കാൻ തുടങ്ങി. മിട്ടി മുസ്കരായി മണ്ണ് പുഞ്ചിരിച്ചു. ഹവ ഗിൽഗിലായി കാറ്റ് പൊട്ടിച്ചിരിച്ചു. ജൽ കൽക്കൽ കൽക്കൽ ഗാനെ ലക
ജലം, വെള്ളം, കളകളം, പാടാൻ തുടങ്ങി. ഇത് പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവാണ്. കവി നമ്മെ പഠിപ്പിക്കുന്നത് കൃത്രിമ സൗന്ദര്യം ആകർഷകമായിരിക്കാൻ കഴിയും, എന്നാൽ യഥാർത്ഥ തൃപ്തിയും സന്തോഷവും പ്രകൃതിദത്തമായ കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് എന്നാണ്.